നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTCയിൽ ശമ്പളം മുടങ്ങിയതിനെതിരെ പ്രതിഷേധം ശക്തം. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്ന് യൂണിയൻ നേതാക്കൾ. പണിമുടക്കുമായി തൊഴിലാളി യൂണിയനുകൾ. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന. റെയ്ഡിൽ പിടിച്ചെടുത്തത് നിരവധി പഴകിയ ഭക്ഷണ സാധനങ്ങൾ. സംസ്ഥാനത്തെ ആദ്യ എക്കോസാൻ ശുചിമുറികൾ ജില്ലയിൽ നടപ്പിലാക്കുന്നു. പദ്ധതി നിലവിൽ വരുന്നത് ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ. ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി വഴിയോര കച്ചവടക്കാർ. വഴിയോര വ്യാപാര തൊഴിൽ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച. പ്രതികളെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയൽ പരേഡ് നടന്നത് കാസർഗോഡ് സബ് ജയിലിൽ. റെയിൽവേയുടെ അവഗണനയിൽ ചെറുവത്തൂർ നീലേശ്വരം സ്റ്റേഷനുകൾ. പുതുക്കിയ സമയക്രമത്തിലും സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് KSRTCയിലെ ജീവനക്കാർ പണിമുടക്കി. പണിമുടക്ക് മൂലം നിരവധി ദേശസാൽകൃത ബസ്സുകളുടെ സർവീസ് മുടങ്ങി. സെപ്റ്റംബർ 30 ലഭിക്കേണ്ടിയിരുന്ന ശമ്പളം ഇനിയും കൊടുത്തു തീർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് INTUC നേതൃത്വത്തിലുള്ള TDF തൊഴിലാളികളും BMS നേതൃത്വത്തിലുള്ള തൊഴിലാളികളും CITU തൊഴിലാളികളും പണിമുടക്കുന്നത്. ജീവനക്കാർ സ്വയം ലീവ് എടുത്താണ് പണിമുടക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ₹1,31,27,000 ശമ്പളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വരണം. അത് നമ്മൾ LICയും PFും ഒക്കെ കഴിച്ച് 86 ലക്ഷം രൂപയാണ് ഇവിടെ അലോട്ട്മെൻ്റ് ആയിട്ട് വരേണ്ടത്. ഈ അലോട്ട്മെൻറ്റ് കാസർഗോഡ് ജില്ലയിലെ ജീവനക്കാർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ശമ്പളം കൊടുത്തിട്ടുള്ളത് ഭാഗികമായിട്ട് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കകത്താണ്. കാരണം അവിടെ മാത്രം കൊടുത്തത് അവിടെ മന്ത്രിയും മറ്റു മുഖ്യമന്ത്രിയും ഒക്കെ കുറച്ച് ചെവി അടച്ചിരിക്കണം. അതുകൊണ്ട് ആ മേഖലകൾക്കകത്ത് മാത്രം ശമ്പളം കൊടുത്തു. കാസർഗോഡ് ജില്ല, കണ്ണൂർ, നമ്മളെ മലബാർ മേഖലകൾക്കകത്തുള്ള KSRTCയിലെ ജീവനക്കാരെ ഇന്ന് പട്ടിണി കിട്ടി ഒരവസ്ഥയാണ് പിണറായി വിജയൻ്റെ ഭരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് വന്ന് ശമ്പളം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധിക്കുകയാണ്, ലീവ് എടുത്ത് പ്രതിഷേധിക്കുകയാണ്. അല്ലാതെ ഒരു പണിമുടക്കോ അല്ലെങ്കിൽ KSRTCയെ തകർക്കാനോ അങ്ങനൊന്നും അല്ല. ഇത് ഞങ്ങൾ ശമ്പളം കിട്ടാതെ ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലാത്തവരാണ്. KSRTCയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നമ്മുടെ ജീവനക്കാർ KSRTCയെ മാത്രം ആശ്രയിച്ചിട്ടുള്ളവരാണ്. അല്ലാതെ അവർക്ക് വേറെ ഒരു അഡീഷണൽ വരുമാനോ സാമ്പത്തികമായിട്ടോ ഇല്ലാത്തവരാണ് ഭൂരിഭാഗം. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും 67ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ പണിമുടക്ക് സമരത്തെ തുടർന്ന് 35ഓളം KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാറി മാറി വരുന്ന LDF UDF സർക്കാരുകൾ KSRTCക്ക് വേണ്ടത്ര ആനുകൂല്യം നൽകാത്തതാണ് ഈ സമരത്തിന് ഒരു പ്രധാന കാരണം. ഇതിനൊരു പരിഹാരം എന്ന നിലക്കാണ് BMS KSRTCയെ ഒരു ഡിപ്പാർട്ട്മെൻ്റാക്കി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടത്. അതിന് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഇപ്പോൾ എംപ്ലോയീസ് സംഘം ഇറങ്ങേണ്ടി വന്നത്. KSRTC ഡിപ്പോയ്ക്ക് മുമ്പിൽ CITU നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ശമ്പളം നൽകാത്ത മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. എല്ലാ മാസാവസാനവും ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന KSRTCയിൽ ഒക്ടോബറായിട്ടും ശമ്പളം വിതരണം ചെയ്യാത്ത KSRTC മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെയാണ് CITU തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നത്. കേരളത്തിലെ മുൻ UDF സർക്കാർ 64 ഡിപ്പോകളെയും പണയപ്പെടുത്തിയാണ് KSRTCയെ നിലനിർത്തിയത്. ഇനി പണയം വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്നും 5 വർഷം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ MD നടത്തിയ അഴിമതിയുടെ ദുരിതമാണ് തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും CITU നേതാവ് മോഹൻ പാടി KCN ന്യൂസിനോട് പറഞ്ഞു. KSRTC ഇന്ന് നയിക്കുന്ന മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ സ്ഥാപനം 5 കൊല്ലം ഭരിച്ച് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാവുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ വായ്പ എടുത്തുകൊണ്ട്
4000 കോടിയിലധികം രൂപയുടെ കടക്കണിയിലേക്ക് ഈ സ്ഥാപനത്തെ തള്ളിയിട്ട് 64 ഡിപ്പോകൾ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞ 5 വർഷക്കാലം ശമ്പളം കൊടുത്തിട്ടുള്ളത്. ഇനി പണയം വെക്കാൻ ഡിപ്പോകളില്ല. പട്ടയമുള്ള ഡിപ്പോകൾ KSRTCക്ക് ഇല്ലാത്തതുകൊണ്ട്, പണയം വെക്കാൻ വേറെ വസ്തുവകകൾ ഇല്ലാത്തതുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ തരാൻ അല്ലെങ്കിൽ ലോൺ കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു ഘട്ടം. KSRTC മാനേജ്മെന്റ് CMD ആയി രാജമാണിക്യത്തെ നിയമിച്ചിരിക്കുകയാണ്. ഇതിലൂടെ കേരളത്തിലെ KSRTCയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം യൂണിയൻ നേതാക്കളായ വൈക്കം വിശ്വൻ, ഹരികൃഷ്ണൻ, KK ദിവാകരൻ എന്നിവർ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മോഹൻ പാടി പറഞ്ഞു. നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യവകുപ്പാണ് റെയ്ഡ് നടത്തിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ജിദ്ദ, കറന്തക്കാട്ടെ ആര്യഭവൻ, നുള്ളിപ്പാടിയിലെ ഹൈവേ കാസൽ, നായന്മാർ മൂലയിലെ അറേബ്യൻ മെക്സിക്കോ, പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. പഴകിയ ചപ്പാത്തി, പൊറോട്ട, ബീഫ്, ചിക്കൻ, നൂഡിൽസ്, മത്സ്യക്കറികൾ തുടങ്ങിയവ പരിശോധനയിൽ കണ്ടെടുത്തു. വ്യാപകമായി പഴയ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് നഗരത്തിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയവയിൽ 5 ഹോട്ടലുകളിൽ നിന്നാണ് നഗരസഭ ആരോഗ്യവകുപ്പ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. മിക്കതിനും ആഴ്ചയിലേറെ പഴക്കമുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചത്. ഹോട്ടലുകളിലെ ശുചിത്വമില്ലായ്മയും പഴകിയ ഭക്ഷണങ്ങളുടെ ഉപയോഗവും കൂടി ആയതോടെ മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ B. ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, സുർജിത്ത്, സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. എക്കോസാൻ മാതൃകാ ശുചിമുറികൾ ജില്ലയിലെ ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ ഒരുങ്ങുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ശുചിത്വ മിഷനും പഞ്ചായത്തും സഹകരിച്ച് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. തുറസായ സ്ഥലം മലമൂത്ര വിസർജനമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി എക്കോസാൻ മാതൃക ശുചിമുറികൾ നിർമ്മിക്കുന്നത്. പാറക്കെട്ടുള്ള മേഖലകളിൽ താമസിക്കുന്ന 15 ഗുണഭോക്താക്കൾക്കാണ് ആദ്യമായി ഈ മാതൃകയിൽ ശുചിമുറികൾ നിർമ്മിച്ചു നൽകുന്നത്. നെല്ലിക്കട്ടയിലെ സുരേന്ദ്രന്റെ വീട്ടിലാണ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്കോസാൻ ടോയ്ലറ്റ് കേരളത്തിൽ തന്നെ മാതൃകാപരമായ രീതിയിൽ ആദ്യത്തെ ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് ഇന്ന് ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ നെല്ലിക്കട്ട എന്ന കോളനി പ്രദേശത്ത് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് മെയ്സൺസിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ 14 ഗുണഭോക്താക്കൾക്കും എക്കോസാൻ ടോയ്ലറ്റ് സംവിധാനം തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചത്. ചെയർമാൻ K. അബ്ദുള്ളക്കുട്ടി, ജില്ലാ കോർഡിനേറ്റർ DV അബ്ദുൾ ജലീൽ, പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ, ഭരത് ബാബു തുടങ്ങിയവർക്ക് പുറമെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു. എക്കോസാൻ മാതൃകയിലുള്ള ശുചിമുറികളുടെ ദേശീയ പരിശീലകൻ ഡോക്ടർ സുബ്ബുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം എക്കോസാൻ ശുചിമുറികൾ മണ്ണ് പുനഃസൃഷ്ടിക്കുകയും മൂത്രം വേർതിരിച്ച് വളമാക്കി മാറുകയും ചെയ്യുന്നതോടൊപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതും ഇവയുടെ സവിശേഷതയാണ്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നഗരസഭാ നടപടി നിർത്തിവെക്കണമെന്ന് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒഴിപ്പിക്കൽ തുടർന്നാൽ കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കാസർഗോഡ് നഗരസഭാതിർത്തിയിലെ പെട്ടിക്കടകൾ 3 ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ശക്തമായ സമരം യൂണിയൻ സംഘടിപ്പിക്കുമെന്നും ഒഴിപ്പിക്കൽ നടപടി തുടർന്നാൽ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2013 കൊടുത്ത ഒരു പരാതിയുടെ ഭാഗമായിട്ട് മുഴുവൻ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അതിൽ ജീവിക്കാൻ വേണ്ടി അന്നത്തെ അന്നത്തിന് വഴി നേടുന്ന വഴിയോര കച്ചവടക്കാർക്ക് കൂടി നോട്ടീസ് കൊടുത്ത നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഒരു മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പള ടൗണിൽ അവിടെ ആകെ ഒരു 5-10 പേരേ ഉള്ളൂ. ചെറിയ ചെറിയ വണ്ടി വെച്ച് ചെറിയ തട്ട് വെച്ച് കച്ചവടം ചെയ്യുന്നവരാണ്. അവർ അർദ്ധരാത്രിയിൽ പോലീസും അതുപോലെ തന്നെ മറ്റുള്ള ശരിക്കും പറയാൻ സാമൂഹിക എന്ന് പറയാം. കാരണം പിന്നെ അവിടുത്തെ കച്ചവടക്കാരുടെ പ്രതിനിധികളൊക്കെ കൂടിയാണ് അവരെ സാധനം തല്ലിപ്പൊളിച്ചത്. അത് നേതൃത്വം കൊടുത്തത് പഞ്ചായത്താണ്. റോഡ് വികസന പണി നടക്കുമ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറുള്ള പാവങ്ങളുടെ കുടുംബങ്ങളെ പട്ടിണിക്കിടുന്ന നടപടി തിരുത്താൻ അധികൃതർ തയ്യാറാകണം. തിരിച്ചറിയൽ കാർഡും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നൽകി വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ സ്വയം തൊഴിൽ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി MR ദിനേശൻ, P സുരേശൻ, TJ ഷാജി എന്നിവർ പങ്കെടുത്തു. മഞ്ചേശ്വരം കടമ്പാറിൽ ഗൃഹനാഥനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ തിരിച്ചറിയൽ പരേഡിൽ തിരിച്ചറിഞ്ഞു. സെപ്റ്റംബർ 9 പുലർച്ചെയാണ് കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാസർഗോഡ് സബ് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. മഞ്ചേശ്വരം തുമിനാട്ടെ റഹ്മാൻ മുബാറക്, കുണ്ടുംകുളങ്കയിലെ അൻസാർ, ഇംതിയാസ് എന്നിവരെയാണ് സാക്ഷികൾ തിരിച്ചറിഞ്ഞത്. സെപ്റ്റംബർ 9 പുലർച്ചെയാണ് കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയെയും ഭാര്യയെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കാറും കവർച്ച ചെയ്തത്. 20 പവൻ സ്വർണവും 25,000 രൂപയും കാറുമാണ് ഇവർ കവർന്നത്. ഇവരിൽ അൻസാറിനെ രവീന്ദ്രനാഥ ഷെട്ടി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ വലയിലാക്കിയത്. ഇവരിൽ നിന്നും 22,500 രൂപയും കരിമണിമാലയും വജ്രമോതിരവും കാറും പോലീസ് കണ്ടെടുത്തു. CI VV മനോജ്, SI മാരായ P പ്രമോദ്, ഫിലിപ്പ് തോമസ്, ASI മാരായ നാരായണൻ നായർ, മോഹനൻ ബാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PV രാമചന്ദ്രൻ, വിനയൻ, രതീഷ് K ശ്രീജിത്ത്, ലക്ഷ്മി നാരായണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ സാഹസികമായി കുടുക്കിയത്. ജില്ലയിലെ ചെറുവത്തൂർ, നീലേശ്വരം റെയിൽവേ സ്റ്റേഷനുകൾ ഇന്നും അവഗണനയുടെ നടുവിലാണ്. പുതിയ ട്രെയിൻ സമയം നിലവിൽ വന്നതോടെ ഈ 2 സ്റ്റേഷനുകളിലും ഒരു വണ്ടിക്കും പുതുതായി സ്റ്റോപ്പ് അനുവദിക്കാത്തത് അധികൃതരുടെ പിടിപ്പുകേട് മൂലമാണെന്നാണ് പൊതുവെ ആക്ഷേപം. ജില്ലയിലെ പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷനുകളാണ് നീലേശ്വരവും ചെറുവത്തൂരും. അനുദിനം നിരവധി വണ്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും മിക്കതിനും നീലേശ്വരത്തും ചെറുവത്തൂരിലും സ്റ്റോപ്പില്ല എന്നതാണ് വസ്തുത. പരശുരാം എക്സ്പ്രസിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പില്ലാത്തത് യാത്രക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു. ചീമേനി, പെട്ടിക്കുണ്ട്, കയ്യൂർ, കൊടക്കാട്, പിലിക്കോട് എന്നീ സ്ഥലങ്ങളിലെ നിരവധി പേർക്ക് ആശ്രയമാണ് ചെറുവത്തൂർ. ചെന്നൈ മെയിലിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പുണ്ടെങ്കിൽ യാത്രക്കാർ ഏറെയുള്ള നീലേശ്വരത്ത് ഈ വണ്ടി നിർത്തില്ല. കണ്ണൂർ ജില്ലയുടെ അതിർത്തി സ്റ്റേഷനായ ചെറുവത്തൂരിൽ ചെന്നൈ സൂപ്പർഫാസ്റ്റ്, ഇന്റർസിറ്റി എന്നീ ട്രെയിനുകളും നിർത്തുന്നില്ല. നീലേശ്വരത്തും സ്ഥിതി വ്യത്യസ്തമല്ല. P കരുണാകരൻ MPയുടെ താമസ സ്ഥലം ഉൾപ്പെടുന്ന നീലേശ്വരത്ത് റെയിൽവേയുടെ അവഗണന കടുത്തതാണ്. ഇക്കാര്യത്തിൽ റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകണം. ജില്ലയിൽ യാത്രക്കാർ ഏറെയുള്ള 2 സ്റ്റേഷനുകളിലും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും നാമമാത്രമാണ്. നീലേശ്വരത്ത് പണി കഴിപ്പിച്ച ഓവർബ്രിഡ്ജിന് ഇനിയും മേൽക്കൂര നിർമ്മിച്ചിട്ടില്ല. 2 സ്റ്റേഷനുകളിലും യാത്രക്കാർക്ക് വിശ്രമമുറികളും ഇല്ല എന്നതും പരിഹരിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് KCN. ചെറുവത്തൂർ മടക്കരയിലെ കാവുംചിറ തുരുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു. ഹൗസ് ബോട്ടുകൾക്കുള്ള ഇടത്താവളമാക്കാനാണ് പദ്ധതി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മടക്കര തുറമുഖത്തോട് ചേർന്നുള്ള കാവുംചിറ തുരുത്തിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ പദ്ധതി. 7.9 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചു. പദ്ധതി നടപ്പിലായാൽ ജില്ലയിലെ ഹൗസ് ബോട്ട് ടൂറിസത്തിന് അത് പുത്തൻ ഉണർവാകും. നിലവിൽ തേജസ്വിനിയിൽ, അച്ചാന്തുരുത്തി, കോട്ടപ്പുറം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച 15ലധികം ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളം എന്ന രീതിയിൽ തുരുത്തിനെ മാറ്റിയെടുക്കാനാണ് പദ്ധതി. പ്രകൃതിദത്തമായി പുഴയിൽ രൂപപ്പെട്ട തുരുത്താണ് ഇത്. മടക്കര ബോട്ടുചാൽ ഒരുക്കുമ്പോൾ നീക്കം ചെയ്യുന്ന മണൽ കൂടി നിക്ഷേപിച്ച് ഇതിൻ്റെ വിസ്തൃതി കൂട്ടും. അരികുകൾ കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. തുരുത്തിൽ ലഘുഭക്ഷണശാലയും വിനോദോപാധികളും സ്ഥാപിക്കും. ഇവിടെ നിന്നും അഴിത്തറയിലേക്കുള്ള കാഴ്ച അവശ്യമനോഹരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിസ്തൃതമായ തുരുത്തായിരുന്നു ഇതെന്നും വീടുകൾ പോലും തുരുത്തിലുണ്ടായിരുന്നുവെന്നും പ്രദേശത്തുള്ളവർ പറയുന്നു. എന്നാൽ അനധികൃത മണലൂറ്റിനെ തുടർന്ന് തുരുത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരികയായിരുന്നു. അതുകൊണ്ട് ഒരു പ്രപ്പോസൽ ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. 7,09,00,000 ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഓപ്ഷൻ ആൾ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ലോക്ക് ചെയ്തിട്ടുള്ള ഇതെല്ലാം തന്നെ താഴ്ന്നു പോവുകയാണ്. അപ്പോൾ അത് ഒരു ശരിയില്ല. അതുമുതലേ ഇവിടെ വെള്ളം കെട്ടുകയും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. അത് ഉയർത്തി അത് കുറേ കൂടി ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നൊരു പ്രപ്പോസലുണ്ട്. തേജസ്വിനിയിൽ നിന്നും ആരംഭിച്ച് കൗവായിപ്പുഴയിലൂടെ തീരദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കടന്നു പോകുന്ന തരത്തിലാണ് ഇവിടെ ഹൗസ് ബോട്ടുകൾ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ബേക്കൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിരവധി വിദേശ വിനോദസഞ്ചാരികളും വലിയ പറമ്പ്, കോട്ടപ്പുറം, അച്ചാംതുരുത്തി എന്നിവിടങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കാവുംചിറത്തുരുത്തിൽ പദ്ധതി നടപ്പിലായാൽ കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പടന്നക്കാട് നെഹ്റു കോളേജിൽ ദേശീയ ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു. കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സിനിമ പാരഡൈസോ എന്ന പേരിൽ നടന്ന ദ്വിദിന ശില്പശാല. വിദ്യാർത്ഥികളിൽ സിനിമയുടെ സാങ്കേതിക വിദ്യ, സിദ്ധാന്തങ്ങൾ, ചരിത്രം എന്നിവയിൽ അവബോധമുണ്ടാക്കൽ ശില്പശാലയുടെ ലക്ഷ്യം.
പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന ദ്വിദിന ദേശീയ ശില്പശാലയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല സംവിധായകൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തിന് സംഭവിച്ചിട്ടുള്ള വേറൊരു അപജയമുണ്ട്. കാരണം ഇതിനകത്ത് ഇതേ ഫോമിൽ തന്നെ നിൽക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ ആർട്ട് ഫോമുകൾ അല്ലെങ്കിൽ പോപ്പുലർ ഫോമുകൾ തന്നെ ഈ ആർട്ട് ഫോമുകൾക്ക് കൂടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഇതിനെ ജഡ്ജ് ചെയ്യാനുള്ള സംഭവം അല്ലെങ്കിൽ ഇതിനകത്തുള്ള നല്ല സംഗതികൾ തിരിച്ചറിയാനുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് വല്ലാത്ത പരിശ്രമം തന്നെ വേണ്ടി വരും. ഞാൻ പറഞ്ഞത് അതിനകത്ത് 4-5 കൊല്ലത്തിൽ പരിശ്രമം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല സിനിമ ഏത് അല്ലെങ്കിൽ നല്ല നാണയങ്ങൾ ഏത് എന്നുള്ള സംഭവങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. എം മുരളീധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. എം ഗംഗാധരൻ നായർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മുഹമ്മദ് റാഫി, ജയലക്ഷ്മി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ അവതരിപ്പിച്ചു. എം വി വിദ്യ സ്വാഗതവും NC ബിജു നന്ദിയും പറഞ്ഞു. ലോക വയോജന ദിനത്തിൽ വൃദ്ധസദനം സന്ദർശിക്കാൻ NSS വളണ്ടിയർമാരും. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് നീലേശ്വരം പള്ളിക്കരയിലെ വൃദ്ധസദനത്തിൽ കുട്ടികളെത്തിയത്. സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലെ NSSന്റെ ആഭിമുഖ്യത്തിലാണ് പള്ളിക്കര സാകേതം വൃദ്ധസദനം സന്ദർശിച്ചത്. സ്വാതന്ത്ര്യം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഉദ്ഘാടന പരിപാടിയിൽ യൂണിയൻ ലേഡി വൈസ് ചെയർമാൻ അഭിന ആനന്ദ് സ്വാഗതം പറഞ്ഞു. NSS വളണ്ടിയർ സെക്രട്ടറി PP പ്രണവ് അധ്യക്ഷത വഹിച്ചു. സാകേതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ അർജുൻ, യൂണിയൻ ജനറൽ സെക്രട്ടറി ആദർശ് അശോക്, ശബരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തേവാസികൾക്ക് സ്നേഹോപഹാരം നൽകി. സാകേതം ട്രസ്റ്റിന്റെ പരിസരം ശുചീകരിച്ചു. അന്തേവാസികൾക്ക് വിപുലമായ സദ്യയും ഒരുക്കിയിരുന്നു. കാഞ്ഞങ്ങാട് ഡിപ്പോയെ മാതൃകാ ഡിപ്പോയായി അംഗീകരിക്കണമെന്നാവശ്യം TDF കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. TDF കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ധർണാ സമരം നടന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. ശമ്പള പരിഷ്കരണ ചർച്ച പുനരാരംഭിക്കണമെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും ധർണാ സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മുടെ തീർന്ന പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭരണം കിട്ടിയെന്നതുകൊണ്ട് തൊഴിലാളിയെ മറന്ന് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. തൊഴിലാളികളെ കബളിപ്പിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കാര്യം നോക്കുമ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാ അഴിമതിയാണ്. ഈ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് അന്ന് നമ്മുടെ ഗവൺമെന്റ് മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അവരുടെ കള്ളപ്പണം വിദേശ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. INTUC യൂണിറ്റ് പ്രസിഡന്റ് AV പത്മനാഭൻ അധ്യക്ഷനായി. വിൽസൺ മാത്യു, RV വിജയകുമാർ, മോജോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരത്ത് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. എന്റെ മണ്ണ് എന്റെ ജീവൻ എന്നതായിരുന്നു വിഷയം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, നീലേശ്വരം നഗരസഭ, കുടുംബശ്രീ, CDS എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. M രാജഗോപാലൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുബ്രഹ്മണ്യൻ, ഡോക്ടർ പ്രജിത, ഡോക്ടർ V നിത തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ V ഗൗരി, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ AK കുഞ്ഞികൃഷ്ണൻ, അബ്ദുൽ മജീദ് ചെമ്പരിക്ക, TV രേണുക, EV സുഗതൻ, K മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ 100 ദിന നേട്ടങ്ങൾ അറിയിക്കുന്ന വികസന ചിത്ര പ്രദർശനവും നടത്തി. ഗ്രാമദേവതയ്ക്ക് നേദിക്കാൻ നെൽകൃഷിയൊരുക്കി കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാന സമിതി. കൊയ്ത്തുത്സവം നടന്നു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാന സമിതിക്കാർ ഇക്കുറിയും പതിവ് മുടക്കിയില്ല. ക്ഷേത്ര നിവേദ്യത്തിനായി കരുതുന്ന നെല്ലിനായി ഇത്തവണയും കൃഷിയിറക്കി. വർഷം തോറും മുടങ്ങാതെ ദേവസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കാറുണ്ട്. ഇത്തവണ 2 ഏക്കർ പാടത്താണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. കുതിരക്കാളിയമ്മ ദേവസ്ഥാന ഭരണസമിതിയും മാതൃസമിതിയും സംയുക്തമായാണ് നെൽകൃഷി ഇറക്കിയത്. ദേവസ്ഥാനത്തിന് സ്വന്തമായുള്ള വയലിലാണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. മികച്ച പരിചരണം നൽകിയതിനാൽ നല്ല വിളവാണ് ഇത്തവണ ലഭിച്ചത്. ആണ്ടുകളിയാട്ടത്തിനായി നിവേദ്യമൊരുക്കാനാണ് ഈ നെല്ല് ഉപയോഗിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ ഇത്തവണ ദേവസ്ഥാനം പറമ്പിൽ മഞ്ഞൾ കൃഷിയും ഇറക്കിയിട്ടുണ്ട്. മഞ്ഞൾ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് മഞ്ഞൾ പ്രസാദത്തിനായി ഉപയോഗിക്കും. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വർഷങ്ങളായി
ദേവിക്ക് നിവേദിക്കേണ്ട നെല്ലുകൾ ഇവിടെ കൃഷി ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു വർഷത്തേക്കുള്ള കളിയാട്ടത്തിനുള്ള ഭക്തജനങ്ങൾക്ക് അന്നദാനങ്ങൾക്കും പൂജാതി കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതെല്ലാം. നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രസ്ഥാനികരും ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളെല്ലാം കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നു. കാർഷിക മുന്നേറ്റത്തിനായി ഗ്രാമത്തെ സജ്ജമാക്കാൻ ദേവസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഒത്തുകൂടുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാമദേവതയ്ക്ക് നേദിക്കാനായി സ്വന്തമായി ഉണ്ടാക്കിയ വിളവ് സമർപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യമാണ് വിശ്വാസികൾക്കുള്ളത്. തീരദേശവാസികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനായി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ത്രിവേണി ഉപയോഗശൂന്യമായ അവസ്ഥയിൽ 4 വർഷം മുൻപാണ് നീലേശ്വരത്ത് ഫ്ലോട്ടിംഗ് ത്രിവേണി നിർമ്മിച്ചത്. നീലേശ്വരം നഗരസഭയിലെയും വലിയപറമ്പ്, ചെറുവത്തൂർ, പടന്ന പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് തീരദേശവാസികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനായാണ് ഫ്ലോട്ടിംഗ് ത്രിവേണി ഒരുക്കിയത്. 4 വർഷം മുൻപ് നിർമ്മിച്ച ഇവ നീലേശ്വരം തൈക്കടപ്പുറത്ത് ഇപ്പോൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. 40 ലക്ഷം രൂപ ചിലവിൽ പണിതീർത്ത ഫ്ലോട്ടിംഗ് ത്രിവേണി ഒരിക്കൽ പോലും ജനങ്ങളിലെത്താതെ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലെ സാധനമാണ് ത്രിവേണി. നമ്മൾ പണിയെടുക്കുമ്പോൾ കുറച്ച് പണിയെല്ലാം എടുത്ത് ക്ലിയറാക്കി വന്ന് നമ്മൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയറാക്കിയാൽ നമുക്ക് സാധനം കിട്ടും, പെട്ടെന്ന് കിട്ടിപ്പെടും, നല്ല സഹായത്തിന് നമുക്ക് വീടിൻ്റെ വാതിക്കലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാന്ന് ഇത് പെട്ടെന്ന് അവിടുത്തെ ഒരു ഓർഡർ വന്ന് അവരും ഇത് പണി നിർത്തി, എന്തോ ഒരു അഴിമതി സംഭവിച്ചെന്നാണ് പണി നിർത്തി ഇത് ഇങ്ങനെ ഇട്ട് നമ്മളെല്ലാം കുറച്ച് ജോലി ചെയ്ത് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരവിടെ വെച്ച് അവർ നമ്മൾ പിന്നെ മഴവെള്ള സമയത്ത് നല്ല ഒലിച്ചു പോകുന്നതിന് കണ്ടിച്ചാൽ നമ്മൾ അത് സുരക്ഷിതമായിട്ട് അപ്പുറം കൊണ്ട് കെട്ടി ആ സൈഡിൽ ടൗണിൽ നാട്ടി കാലിൽ നാട്ടി അവിടെ കെട്ടി 2-3 കൊല്ലം നമ്മൾ അതിനെ സേഫായിട്ട് നിർത്തി. സേഫായിട്ട് എടുത്തിട്ടാകുമ്പോൾ അത് ക്ലിയറാകുന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് അതിപ്പം പിന്നെ അത് ഓട്ടോമാറ്റിക്കായി അത് അതിൻ്റെ മരമെല്ലാം ദ്രവിച്ചു മഴയെല്ലാം കൊണ്ട് അതെല്ലാം മേൽക്കൂരെല്ലാം തകർന്ന് പിന്നെ ഇപ്പോൾ അതിൻ്റെ അടിത്തട്ട് കല്ലെല്ലാം ഇളകി പൊട്ടി. ദീർഘവീക്ഷണമില്ലായ്മയും അഴിമതിയുമാണ് ഫ്ലോട്ടിംഗ് ത്രിവേണിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഫ്ലോട്ടിംഗ് ത്രിവേണിയുടെ സേവനം ലഭ്യമാക്കണമെന്ന് നിരവധി തവണ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. വേലിയേറ്റ സമയങ്ങളിൽ ഇതിന്റെ തകർച്ച മേൽക്കൂരയടക്കം പുഴയിൽ മുങ്ങിത്താഴും. കൺസ്യൂമർ ഫെഡിന്റെ അഴിമതിയുടെ മറ്റൊരു സ്മാരകം കൂടിയായി മാറുകയാണ് നീലേശ്വരത്തെ ഫ്ലോട്ടിംഗ് ത്രിവേണി. പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യം ജില്ലാ അറാക്ക് ആൻഡ് ടോഡി ഷോപ്പ് വർക്കേഴ്സ് യൂണിയൻ INTUC വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ജില്ലാ അറാക്ക് ആൻഡ് ടോഡി ഷോപ്പ് വർക്കേഴ്സ് യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ചെത്തുതൊഴിലാളി ക്ഷേമനിധി ഓഫീസുകളിൽ ദിവസവേതനത്തിൽ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബത്തിന് മുൻഗണന നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് MC ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചാരായ നിരോധനത്തിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ട കുറെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ, അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, നമ്മുടെ തന്നെ ചില ആളുകൾ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ജില്ലാ പ്രസിഡന്റ് P ദേവ് അധ്യക്ഷനായി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മെമ്പർ KK പ്രകാശിന് സ്വീകരണം നൽകി. യോഗത്തിൽ MV കൃഷ്ണൻ, ശിവൻ ഭീമനടി എന്നിവർക്കുള്ള ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, INTUC ഭാരവാഹികളായ TV കുഞ്ഞിരാമൻ, KV രാഘവൻ, സൂര്യദാസ്, KM ശ്രീധരൻ, ഇടപ്പുറം കുഞ്ഞിക്കണ്ണൻ, KN ശശി, OK നാരായണി, ഷൈജ ബേബി, KV ബാലകൃഷ്ണൻ, VV ചന്ദ്രൻ, MV ഗോപകുമാർ, T ചന്ദ്രശേഖരൻ, രമേശൻ, ജോർജ് വെള്ളരിക്കുണ്ട്, അഗസ്റ്റിൻ, രമേശ് നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ സഹോദയ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി. നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ സഹോദയ കോംപ്ലക്സ് കലോത്സവത്തിന്റെ ഭാഗമായി സ്റ്റേജ് ഇതര മത്സരങ്ങൾ നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. സെബാസ്റ്റ്യൻ ജോസഫ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഫാദർ ജോജോ ജോസഫ്, സഹോദയ ജില്ലാ പ്രസിഡന്റ് MK സെബാസ്റ്റ്യൻ, KP മോഹനൻ, ലിസിയുക്സ് മറിയ, പ്രിയ ടീച്ചർ, KN അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. 21, 22 തീയതികളിലായി കാഞ്ഞങ്ങാട് ക്രസന്റ് സ്കൂളിൽ സ്റ്റേജ് മത്സരങ്ങൾ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയിൽ ശമ്പളം മുടങ്ങിയതിനെതിരെ പ്രതിഷേധം ശക്തം. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്ന് യൂണിയൻ നേതാക്കൾ. പണിമുടക്കുമായി തൊഴിലാളി യൂണിയനുകൾ. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന. റെയ്ഡിൽ പിടിച്ചെടുത്തത് നിരവധി പഴകിയ ഭക്ഷണ സാധനങ്ങൾ.
സംസ്ഥാനത്തെ ആദ്യ എക്കോസാൻ ശുചിമുറികൾ ജില്ലയിൽ നടപ്പിലാക്കുന്നു. പദ്ധതി നിലവിൽ വരുന്നത് ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ. ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി വഴിയോര കച്ചവടക്കാർ. വഴിയോര വ്യാപാര തൊഴിൽ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച. പ്രതികളെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയൽ പരേഡ് നടന്നത് കാസർഗോഡ് സബ് ജയിലിൽ. റെയിൽവേയുടെ അവഗണനയിൽ ചെറുവത്തൂർ നീലേശ്വരം സ്റ്റേഷനുകൾ. പുതുക്കിയ സമയക്രമത്തിലും സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.